എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് +1 സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതിൽ ഞാൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായ ഭാവന എന്ന ടോപ്പിക്കാണ്. ഇത് 1 വേർഡായിട്ട് ചോദിക്കും. 2 മാർക്കിന് ആ പദം ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ഡിഫൈൻ ദ ടേം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നും ചോദിക്കും, അല്ലെങ്കിൽ 1 വേർഡായിട്ടും ചോദിക്കും. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കൊണ്ടുവന്ന ആരാണെന്നൊക്കെയാണ് 1 വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം അത് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു വെക്കുക. അടുത്തായി പഠിക്കേണ്ടത് സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ്, അതായത് സമൂഹശാസ്ത്രവും സാമാന്യബോധവും എന്ന ഭാഗമാണ്. അത് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അതായത് അവിടെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമൂഹശാസ്ത്രം, സോഷ്യോളജിയും അതേപോലെ ഈ കോമൺ സെൻസ് സാമാന്യബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കുക. അതേപോലെ അടുത്തായി പഠിക്കേണ്ടത് ഈ 3ാമത്തെയും 4ാമത്തെയും ക്വസ്റ്റ്യൻ രണ്ടും ഒരു ടോപ്പിക്ക് തന്നെ വരുന്നതാണ്. ഞാൻ പ്രത്യേകം എടുത്ത് എഴുതിയെന്നുള്ള മാത്രം. സോഷ്യോളജിയുടെ ഉത്ഭവത്തിന് കാരണമായ ഇൻ്റലക്ച്വൽ ഐഡിയാസും മെറ്റീരിയൽ ഇഷ്യൂസും, അതായത് ദൈക്ഷണിക ആശയങ്ങളും ഭൗതിക പ്രശ്നങ്ങളും. ഈ ദൈക്ഷണിക ആശയങ്ങൾ പലപ്പോഴും 6 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ മെറ്റീരിയൽ ഇഷ്യൂസ്, ഭൗതിക പ്രശ്നങ്ങൾ ചിലപ്പോൾ മാത്രമേ 6 മാർക്കിന് ചോദിക്കാറുള്ളൂ, അല്ലെങ്കിൽ കൂടുതലും 2 മാർക്കിനാണ് ചോദിക്കാറ്. അപ്പം അത് നിങ്ങൾ നോക്കി വെക്കുക. അടുത്തായി പഠിക്കേണ്ടത് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയാണ്. സ്കോപ്പ് ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി, 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സ്കോപ്പ് ഓഫ് സോഷ്യോളജി 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അത് നോക്കി വെക്കുക. പിന്നെ പഠിക്കേണ്ടത് റിലേഷൻഷിപ്പ് വിത്ത് അതർ സബ്ജക്റ്റ്, മറ്റ് വിഷയങ്ങളുമായി സോഷ്യോളജിക്കുള്ള ബന്ധം, അത് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു വിഷയം തന്നിട്ടാണ് 4 മാർക്കിന് ചോദിക്കുക. അപ്പം അത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുക. കൂടുതലായിട്ട് 4 മാർക്കിന് 6 മാർക്കിനുമാണ് ഈ പാഠത്തിന് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പം +1 സോഷ്യോളജിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരോട് അത് നമുക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ഇത്രയും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കുക. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ക്ലാസ് ഇട്ടിട്ട് അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതുപോലെ 3rd ചാപ്റ്റർ നോക്കാം. അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ വരുന്നതാണ്.